കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കട്ടെ. 138 സങ്കീർത്തനം, അതിൻ്റെ 7-ാമത് വാക്യം. ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും, എൻ്റെ ശത്രുക്കളുടെ ക്രോധത്തിന് നേരെ നീ കൈനീട്ടും, നിൻ്റെ വലങ്കൈ എന്നെ രക്ഷിക്കും. ഈ വാക്യങ്ങൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ദാവീദിനാൽ രചിക്കപ്പെട്ടതും പൂർണ്ണഹൃദയത്തോടെ നിനക്ക് സ്തോത്രം ചെയ്യുമെന്നുള്ള വാക്കുകളോടുകൂടെ ആരംഭിക്കപ്പെട്ട സങ്കീർത്തനമാണ് 138 സങ്കീർത്തനം. അതിൻ്റെ 7-ാമത്തെ വാക്യമാണ് വായിച്ചത്. അപ്പോൾ ഇത് പറയുന്നൊരു വാചകം നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ കഷ്ടതയിൽ കൂടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കുക. അനുഗ്രഹീതവും പ്രത്യാശ വർദ്ധിപ്പിക്കുന്നതുമായ ഒരു ചിന്തയാണ് ഈ വാക്കല്ലേ. അപ്പം നമുക്ക് കഷ്ടതയുണ്ടല്ലേ, പ്രതിസന്ധികളുണ്ട്, പ്രയാസമുണ്ട്, ക്ലേശങ്ങളുണ്ട്, സ്തോത്രം. പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന മേഖലകളുണ്ടല്ലേ. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാലും എന്നെ ദൈവം എന്ത് ചെയ്യുന്നു? ജീവിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. നമ്മളൊക്കെ ചിന്തിച്ച് നോക്കിയേ, സ്തോത്രം. കർത്താവിനെ അറിയാത്ത, ദൈവത്തെ മനസ്സിലാക്കാൻ കഴിയാത്തൊരു വ്യക്തിയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ച അതേ കഷ്ടത, അതേ വേദന, അതേ ബുദ്ധിമുട്ട് ദൈവത്തെ അറിയാത്ത ഒരാളുടെ ജീവിതത്തിലാണിത് സംഭവിച്ചിരുന്നെങ്കിൽ അവന് പിടിച്ചു നിൽക്കാൻ കഴിയുമോ? നമുക്കറിയാം, ഇന്ന് ആത്മഹത്യ നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്നതാണ് അല്ലേ. അതിന് പ്രായമില്ല. കുഞ്ഞുമക്കൾ തുടങ്ങി, അല്ലെങ്കിൽ അല്പം പ്രായമെത്തിയ കുഞ്ഞുങ്ങൾ തുടങ്ങി, ഏറ്റവും വയസ്സായ ആൾക്കാരിലേക്ക് വരെ ആത്മഹത്യാ പ്രവണത വെളിപ്പെട്ട് നിൽക്കുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ. എന്താണത്? ഓരോരുത്തരും ആത്മഹത്യ ചെയ്യുന്നതിൻ്റെ പിറകിൽ പല കാര്യങ്ങളുണ്ട്. ഒരുപക്ഷെ കുടുംബ പ്രശ്നമാകാം, ഇല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നങ്ങളാകാം, ഇല്ലെങ്കിൽ മനസ്സിൻ്റെ സമാധാനക്കുറവാകാം. ഇങ്ങനെയൊക്കെയുള്ള പല സംഭവങ്ങളെ പ്രതി പലരും എന്ത് ചെയ്യാറുണ്ട്? ആത്മഹത്യകളിലൂടെ ഈ ലോകം വിട്ട് മാറ്റപ്പെടാറുണ്ട്. അവരങ്ങനെ ചെയ്യുന്നതിൻ്റെ കാരണം അവർക്ക് അവരുടെ കഷ്ടത, ഇല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധി, പ്രശ്നം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, സഹിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനത്തിൽ എന്ത് ചെയ്യുന്നത്, പോകുന്നത്. അപ്പോൾ നമ്മൾ തിരിച്ചറിയുന്ന ഒറ്റ കാര്യമാണ്, അതുപോലുള്ള അല്ലെങ്കിൽ അതിനേക്കാൾ വലിപ്പമുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടും എന്തുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരുപക്ഷെ ചിന്തിക്കുന്നവർ കാണുമായിരിക്കും അല്ലേ. സ്തോത്രം. മരിച്ചെങ്കിൽ കൊള്ളായിരുന്നു എന്നൊക്കെ പറയുന്നവർ, ചിന്തിക്കുന്നവരോ കാണുമായിരിക്കും. പക്ഷെ ഒരിക്കലും നമ്മളങ്ങനെ പ്രവൃത്തിയിലേക്ക് പോകത്തില്ല അല്ലേ. എന്താ കാരണം? കഷ്ടതകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാലും നമുക്കൊരു പ്രത്യാശയുണ്ട്. ആ കഷ്ടതയുടെ നടുവിലും കർത്താവ് നമ്മൾ എന്ത് ചെയ്യും? ജീവിപ്പിക്കുവാൻ തക്കവണ്ണം ശക്തനാണ്. അതാണ് ദാവീദ് പറഞ്ഞത്, ഞാൻ കഷ്ടതയിൽ കൂടെ നടന്നാലും നീ എന്നെ എന്ത് ചെയ്യും? ജീവിപ്പിക്കും. 2-ാം ഭാഗത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ പറയുന്നു, എൻ്റെ ശത്രുക്കളുടെ ക്രോധത്തിന് നേരെ നീ കൈനീട്ടും. എന്താ അതിൻ്റെ അർത്ഥം? നമുക്കെതിരെയുള്ള ശത്രുക്കളുണ്ടല്ലേ. പലപ്പോഴും പല ശത്രുക്കളും നമ്മെ ഇങ്ങനെ നോട്ടം വയ്ക്കുന്ന മേഖലകളുണ്ട്. സ്തോത്രം. നമുക്കെതിരെ ക്രോധത്തോടുകൂടെ, കോപത്തോടുകൂടെ, പകയോടുകൂടെ സ്തോത്രം നമ്മളെ തകർക്കുവാൻ തക്കവണ്ണം ലക്ഷ്യമിട്ട് നമ്മളെ മുടിക്കുവാൻ തക്കം നോക്കിയിരിക്കുന്ന അനേകരും നമുക്ക് കാണും. ഞാൻ തിരുവചനം പറയുന്നു, ശത്രുക്കളുടെ ക്രോധത്തിന് നേരെ കരം നീട്ടുന്ന ഒരു ദൈവമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുക. സ്തോത്രം. ആ വാക്യത്തിൻ്റെ 3-ാം ഭാഗത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ പറയുന്നു, സ്തോത്രം, നിൻ്റെ വലങ്കൈ എന്നെ രക്ഷിക്കും. എന്താ അതിൻ്റെ അർത്ഥം? എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ ആത്മാവിൽ കൈമാറുകയാണ്. സ്തോത്രം. നമ്മുടെ ഏത് കരങ്ങൾ നമ്മളെ രക്ഷിക്കുമോ രക്ഷിക്കത്തില്ലയോ അല്ലേ. പലപ്പോഴും ബൈബിൾ പറയുന്നൊരു വ്യക്തമായൊരു ചിന്തയാണ്, മനുഷ്യൻ്റെ സഹായം വ്യർത്ഥമാണ്, എന്നാൽ ദൈവം നമ്മെ സഹായിക്കുന്ന ഒരു കരവുമായിട്ട് നമുക്ക് വേണ്ടി ഉയരത്തിലുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന, നിങ്ങളെ രക്ഷിപ്പാൻ കഴിയുന്ന, നിങ്ങളെ വീണ്ടെടുപ്പാൻ കഴിയുന്ന, നിങ്ങളെ വിടിവിപ്പാൻ കഴിയുന്ന ഒരു കർത്താവ് ഇന്ന് പ്രഭാതത്തിൽ നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. അതുകൊണ്ട് പ്രത്യാശയോടെ, പ്രാർത്ഥനയോടെ, ദൈവകൃപയിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ സന്ദേശത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ്. അവിടുത്തെ ചെറുകടിയിൽ മറയ്ക്കണമേ, അവിടുത്തെ കൃപയാൽ ഞങ്ങളെ പൊതിയണമേ. ശത്രുവിൻ്റെ സകല തന്ത്രങ്ങളിൽ നിന്നും, പ്രയാസ പ്രതിസന്ധികളിൽ നിന്നും അവിടെ ഞങ്ങളെ വിടുവിച്ച്, രക്ഷിച്ച്, മാനിച്ച്, അനുഗ്രഹിച്ച് ഉദ്ധരിക്കുന്ന ഹാവയുടെ കരം ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾക്ക് വേണ്ടി വെളിപ്പെടും. അവിടുത്തെ വലങ്കൈ ഞങ്ങളെ രക്ഷിക്കുന്നത് കാണുവാൻ, അവിടുത്തെ കൃപ ഞങ്ങളോട് ഇടപെടുന്നത് കാണുവാൻ അവിടെ ഞങ്ങളെ സഹായിച്ചാട്ട്. സമസ്തവും തൃക്കരങ്ങൾ തരുന്നു. കൂടെ ഇരിക്കണം. മഹത്വം അങ്ങേക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലെസ് യു.